സംസ്ഥാനത്ത് വീടിനുള്ളിൽ പ്രസവം നടത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. പലപ്പോഴും ഇത്തരം സംഘങ്ങൾ ബോധപൂർവമായ പ്രചരണമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മേൽനോട്ടത്തിൽ പ്രസവം നടന്ന അനുഭവം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അതായത് ആധുനിക വൈദ്യശാസ്ത്രവും സംവിധാനങ്ങളും പ്രാഥമിക ചികിത്സാ രീതികളും ഏറ്റവും അധികം പുരോഗതി പ്രാപിച്ച കേരളത്തിലും ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മേൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതല്ല, പക്ഷേ ഇത്തരമൊരു വിഭാഗങ്ങൾ സമൂഹത്തിൽ പ്രബലമാണ്. അവർ വാക്സിനെ എതിർക്കുന്നവരാണ്, മറ്റ് ചികിത്സാ രീതികളെ എതിർക്കുന്നവരാണ്. ഇപ്പോഴും മറ്റ് ചില വിശ്വാസങ്ങളുടെയോ അതല്ലെങ്കിൽ മറ്റ് ചില ഉറപ്പുകളുടെയോ പുറത്ത് നിന്നുകൊണ്ട് വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്നവരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവം നമുക്ക് മുന്നിലുണ്ടാവുന്നുണ്ട്. ഈ മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. കാരണം ആലപ്പുഴ സ്വദേശിയായ ഈ സിറാജുദ്ദീനും പെരുമ്പാവൂർ സ്വദേശിയായ ആസ്മയും മലപ്പുറത്ത് ഈസ്റ്റ് കോഡൂരിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. പ്രദേശവാസികളുമായും അയൽവാസികളുമായും ഒരു തരത്തിലുള്ള ബന്ധവും സൂക്ഷിക്കാതിരുന്ന ഇവരെക്കുറിച്ച് ആർക്കും അധികം അറിയുകയുമില്ല. മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവർ താമസിച്ചിരുന്ന ആ വീട്ടിലാണ്. ഇവിടെ നമുക്ക് കാണാം, പോലീസ് ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒരു നിയന്ത്രണ രേഖ തന്നെ തീർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ സിറാജുദ്ദീൻ 1.5 വർഷം മുൻപാണ് ഏകദേശം ഇവിടെ താമസിക്കാനായി എത്തിയത്. മുമ്പ് ഈ മേഖലയിൽ തന്നെ മറ്റൊരിടത്തായിരുന്നു താമസം. അവിടെ നിന്നും ഈ വീട് അന്വേഷിച്ച് ഇവിടെ എത്തുകയായിരുന്നു. തുടർന്ന് ഈ പ്രദേശത്ത് നിന്നുള്ള സൈനുദ്ദീൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെടുകയും സൈനുദ്ദീനാണ് സിറാജുദ്ദീന് ഈ ഒരു വീട് നൽകുന്നത്. കൃത്യമായി വാടക ലഭിക്കാറുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആർക്കും അറിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ആരുമായും വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ മറ്റൊരു തരത്തിൽ അയൽവാസികളുമായോ പ്രദേശവാസികളുമായോ ഒരു തരത്തിലും ഇവർ ബന്ധപ്പെട്ടിരുന്നില്ല എന്നതാണ് സൈനുദ്ദീൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സൈനുദ്ദീൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. സിറാജുദ്ദീൻ പറഞ്ഞാൽ ഇവിടെ പറയരങ്ങാടി അപ്പുറത്തൊരു വീട്ടിലാണ് മൂപ്പര് താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു ബൈ ചാൻസിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വീടുകൾ ഏതെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ച് വന്നപ്പോൾ നമ്മൾ ഈ വീടെടുത്ത സമയത്ത് അപ്പോൾ ഈ വീടെടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, മൂപ്പർക്ക് അങ്ങനെ മാസത്തിൽ ഇപ്പോൾ റെൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വന്ന് കണ്ട് മൂപ്പര് ഓക്കെ ആയി. അങ്ങനെ മൂപ്പര് അന്ന് ഏകദേശം 2023 സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു മൂപ്പര് ഫസ്റ്റ് നമ്മളായിട്ടും ബന്ധപ്പെടുന്നത്. അതിനുശേഷം പിന്നെ അങ്ങനെ മൂപ്പര് വീട് കൊടുത്തു. മൂപ്പര് വീട് അങ്ങനെ ആണ് മൂപ്പരെ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത്. എങ്ങനെയായിരുന്നു പുള്ളി കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നോ? കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഇങ്ങനെ വീട് വേണം, ഇങ്ങനെ താമസിക്കാൻ റെൻറ്റും കാര്യങ്ങളും അത് സംസാരിച്ചു. പിന്നെ മൂപ്പര് ഓക്കെ ആയിരുന്നു, മൂപ്പർക്ക് കൊടുത്തു. പിന്നെ മാസം കറക്റ്റ് നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് അക്കൗണ്ട് കെട്ടില്ല, ഗൂഗിൾ പേ വഴി പൈസ തരില്ല. ജോലി മൂപ്പര് കാസർഗോഡ് ഭാഗത്ത് ഏതോ പള്ളിയിലാണ്. പിന്നെ ഈ പ്രസംഗവേദിയിലൊക്കെ പോവും. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. പിന്നെ മൂപ്പർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, മടവൂർ കാഫില എന്ന് പറഞ്ഞാണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്കുള്ളൂ. ഈ എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഇവിടെ നിന്ന് താമസിക്കുന്നത് നിങ്ങൾ ചോദിച്ചില്ലേ? മൂപ്പര് ജോലിൻ്റെ ഭാഗമായിട്ടാണ്, ജോലി ഈ ഭാഗത്താണ്, ഇവിടെ കോഴിക്കോട് ഈ ഭാഗത്തൊക്കെയാണ് നമ്മളെ ജോലികളുള്ളത് എന്നൊക്കെ പറഞ്ഞത് മൂപ്പര്. അങ്ങനെയാണ് ഈ ഭാഗത്ത്. അപ്പോൾ എന്താ വെച്ചാൽ മൂപ്പർക്ക് അവിടെ വീടുണ്ട്, പുതിയ വീട് താമസം ആയിട്ട് 7 മാസമായിട്ടുള്ളൂ എന്ന് ആ സമയത്ത് നമ്മളോട് പറയണത്. ആലപ്പുഴയിൽ വീട്ടിൽ വന്നിരുന്നു നമ്മൾ കുടുംബത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു? കുടുംബത്തെ പറഞ്ഞാൽ ഞാനിവിടെ വരും, ചില സമയങ്ങളിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും ആള്. മൂപ്പരെ വാപ്പണെന്ന് പറഞ്ഞ ഒരു പ്രായമായ ആൾ ഇവിടെ ഉണ്ടാകലുണ്ട്. പിന്നെ ഉമ്മ ഉണ്ടാകലുണ്ട്. പിന്നെ ഉള്ളിൽ മെയിൻ്റനൻസ് വർക്ക് ഒരു ദിവസം ടാപ്പ് ലീക്കാണ് എന്തോ പറഞ്ഞിട്ട് ഞാൻ ഒരു ലാബറേറ്റ് ഇവിടെ വന്ന സമയത്ത് മൂപ്പരെ കണ്ട്. അപ്പോൾ മൂപ്പരെ വൈഫിനും കുട്ടികൾ 1-2 കുട്ടികളപ്പോൾ ആ സമയത്ത് വീട്ടിലുണ്ട്. ഉമ്മാനൊക്കെ അന്ന് കാണുന്നത് നമ്മൾ. പിന്നെ നമ്മൾ കൂടുതൽ അടുത്ത് കാണാൻ അങ്ങനെ സംസാരിക്കാനോ. ഇവർ ഗർഭിണിയെന്ന് ആരും അറിഞ്ഞില്ല എന്നൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ. ഗർഭിണിയാണോ എന്നുള്ളത് അറിഞ്ഞില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ മൂപ്പര് കുറച്ച് മുമ്പ് ഇതേമാതിരി ടാപ്പ് എന്തോ ലീക്കായ സമയത്ത് എന്നോട് ഇങ്ങനെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്ന് ശരിയാക്കി തരുമോ എന്ന് ഒരു പ്രാവശ്യം കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ഓർമ്മയിൽ നമ്മളിങ്ങനെ പല ചാനലിനും മുഖം കൊടുക്കുമ്പോൾ എനിക്കെൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വന്നൊരു സംഭവമാണത്. അങ്ങനെ ഒരു സംഭവം കുറച്ച് മുമ്പ് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇവിടെ ആശാ വർക്കർമാർ വന്നു, അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ, അതിലൊക്കെ ഇല്ലയെന്നാണ് കൊടുത്തേക്കണമെന്നൊക്കെ. പിന്നെ നമ്മളെ വാർഡ് മെമ്പർ സാദിഖാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത് പിന്നീട് എന്നോട് പറയണത്.
ഇതിപ്പോൾ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ടല്ലേ ഇയാളുടെ മൊത്തം കാര്യങ്ങൾ? ദുരൂഹത എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ദുരൂഹത എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് എന്താ സംഭവം എന്ന് നമ്മൾ ഒന്നും അറിയില്ല. ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്, പ്രസവത്തിന് ശേഷം ഇങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയുന്ന വാർത്തകൾ. പിന്നെ ഈ അയൽവാസികളുമായിട്ടൊന്നും മൂപ്പർക്ക് അടുത്തൊരു ബന്ധമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ പലവരും പല അഭിപ്രായങ്ങൾ ആർക്കും അറിയില്ല സംഗതി. കാരണം അയൽവാസികളായിട്ട് മൂപ്പര് ഒരു എല്ലാവരായിട്ടും അങ്ങനെ ഒരു ബന്ധപ്പെടാൻ ശ്രമിക്കണില്ല. പിന്നെ മറ്റുള്ളവർ സ്വാഭാവികമായിട്ട് പുറത്ത് വന്ന ഒരാളാകുമ്പോൾ നമ്മൾ നാട്ടിൽ അങ്ങോട്ട് ചെന്ന് ബന്ധപ്പെടാനും ശ്രമിക്കണില്ല. വീട് കൊടുത്തൊരു കമ്മിറ്റ്മെന്റ്. അതെ, അത്രേ ഉള്ളൂ. അതെ, വീട് നമ്മൾ കൊടുത്തു എന്നുള്ളതിൻ്റെ ആ ഒരു ബന്ധത്തിന്റെ മുകളിലാണ് നമ്മളെ വിളിക്കുന്നത്, നമ്മളെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ബന്ധം നമുക്കുള്ളൂ. ഇന്നലെ ഞാൻ ഇവരെ അറിഞ്ഞ സമയത്ത് മൂപ്പരെ വിളിച്ചു. ഞാൻ അറിഞ്ഞ സമയത്ത് ഇവിടെ വന്നു. ഫസ്റ്റ് എൻ്റെ സുഹൃത്തിനെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു നോക്കി. അപ്പോൾ ഇവിടെ ആരുമില്ല. അല്ലെങ്കിൽ ഞാൻ മൂപ്പരെ വിളിച്ചു. 2-3 തവണ വിളിച്ചിരിക്കണം. മൂപ്പര് ഫോണ് അറ്റൻഡ് ചെയ്യണില്ല. അതിന് ശേഷമാണ് പെരുമ്പാവൂർ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ സംഭവമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് സ്ത്രീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അങ്ങനത്തെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ സംഭവങ്ങൾ അറിയണത്. എന്താ മനസ്സിലായത്? മിനിഞ്ഞാന്ന് രാത്രിയാണോ? മിനിഞ്ഞാന്ന് രാത്രിയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. മിനിഞ്ഞാന്ന് രാത്രി വൈകുന്നേരത്തോടെ മൂപ്പരെ വൈഫ് പ്രസവിച്ചുകൊണ്ട് മൂപ്പര് എന്തോ സ്റ്റാറ്റസ് വെച്ചു എന്നൊക്കെ അങ്ങനെ ഓരോ പുറത്തുനിന്ന് കിട്ടുന്ന ന്യൂസുകളാണ്. അങ്ങനെ വെച്ചു. അതിന് ശേഷമാണ് ഇങ്ങനെ ഈ മരണം ഇതൊക്കെ അതിന് ശേഷം പിന്നീടാണ് സംഭവിച്ചിരിക്കുന്നത്. രാത്രിയോടെയാണ് സംഭവങ്ങളൊക്കെ. പുലർച്ചയോടെയാണ് അവിടുന്ന് കൊണ്ടുപോയത്. ആംബുലൻസ് കൊണ്ടുപോയത് എന്നൊക്കെ ഉള്ളത് ഇന്നാണ് നമ്മൾ അറിയണത്. നമ്മൾ മൂപ്പരെ വണ്ടിയിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇവിടെ ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ആംബുലൻസിൽ ഇവിടെ വന്ന് ആംബുലൻസിൻ്റെ ഡ്രൈവർ ഇപ്പോൾ ഇവിടെ ഉള്ള ആരോ വിളിച്ച്, അപ്പോൾ ആംബുലൻസ് ഇവിടെ വന്നുകൊണ്ട് ഇവിടുന്ന് ബോഡി എടുത്ത് പോയത് എന്നുള്ളത് ഇപ്പം ഇന്ന് രാവിലെയാണ് നമ്മൾ അറിഞ്ഞത്. അതിനുശേഷം പിന്നെ പെരുമ്പാവൂരിൽ വിളി എന്തെങ്കിലും ഉണ്ടായോ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വിളിച്ചതിന് ശേഷം പിന്നെ ഇവിടുന്ന് മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ട് ഇന്നലെ ഇവിടെ പോലീസ് ഇവിടെ വന്നുകൊണ്ട് നമ്മളെ കണ്ട് അവർ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ നമ്മളെ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ച് പോയതാണ്. ശരിക്ക് ഇവരെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഒരു കൃത്യമായ ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ ധാരണ ആർക്കും ഇല്ല. നമ്മൾ വീട് വാടകയ്ക്ക് വന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ വീട് കൊടുത്തു. മൂപ്പര ഡോക്യുമെൻ്റ് എന്തെങ്കിലും തരികയായിരുന്നു. മൂപ്പര ആധാർ കാർഡ് എനിക്ക് തന്നു. ആ ആധാർ കാർഡ് രേഖകൾ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വാടക കൃത്യം കിട്ടിയിരുന്നു. വാടക കറക്റ്റ് നമ്മൾ ഒരു ഡേറ്റ്, ആ ഡേറ്റിന് സമയത്തിൻ്റെ ഉള്ളിൽ മൂപ്പര് പൈസ കറക്റ്റ് തരലുണ്ട്. അതിനൊന്നും നമുക്ക് ഇതുവരെ ബുദ്ധിമുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അയൽവക്കാരായിട്ടും പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല. അവരവരുടെ ജീവിതമായിട്ട് പോകണു. മൂപ്പര് ജോലിൻ്റെ ഭാഗമായിട്ട്. പിന്നെ മൂപ്പര് രാവിലെ ഇവിടെ ചട്ടിപ്പറമ്പ് ജിമ്മിൽ രാവിലെ പോകാറുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ കാണലുണ്ട്. അവിടെ ഉണ്ടാവും. അവിടെയൊക്കെ മൂപ്പര് പോകുന്നിടത്ത് മൂപ്പർക്കാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ അയൽവാസികൾ ഇവരായിട്ടൊന്നും അങ്ങനെ ബന്ധമില്ലാത്ത അങ്ങനത്തെ രീതിയിലായിരുന്നു. ഈ പ്രദേശത്തുള്ള ആശമാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇവർ ഗർഭിണിയാണ് എന്ന വിവരം ആശമാർ അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞിരുന്നില്ല എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശമാർ 2 തവണ ഇവിടെ വന്നിരുന്നു. പക്ഷേ വീടിനുള്ളിലേക്ക് അവരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. തുടർന്ന് നൽകിയ വിവരങ്ങൾ പ്രകാരം ഈ സ്ത്രീ ഗർഭിണിയാണ് എന്ന കാര്യം ആശമാർ അറിഞ്ഞിരുന്നില്ല. അത് മറച്ചു വയ്ക്കുകയായിരുന്നു എന്നൊരു വിവരമാണ് പ്രദേശത്തെ ചുമതലയിലുണ്ടായിരുന്ന ആശമാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങൾ മറച്ചുവെച്ച് അത് സ്വകാര്യ വിവരങ്ങളാണെന്ന തരത്തിൽ പലതും ഈ നാട്ടുകാരുമായി അവർ പങ്കുവച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദുരൂഹതകൾ അവരുടെ കാര്യത്തിലെല്ലാം ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പള്ളിയിലെ കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലി എന്ന് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്ത് ഈ വീടെടുത്തിരിക്കുന്നത്. പലപ്പോഴും കോഴിക്കോടും മലപ്പുറം ഭാഗങ്ങളിലായിരിക്കും തനിക്ക് ജോലി, അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്ന വിവരമാണ് ഈ പ്രദേശവാസികളുമായി അല്ലെങ്കിൽ വീട് വാടകയ്ക്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യം. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മലപ്പുറം പോലീസ് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശങ്ങൾ ഇതിനോടകം വന്നതാണ്. കാരണം ഈ പലയിടത്തും ഈ വീടുകളിലെ പ്രസവം അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ ജീവൻ നഷ്ടമാവുന്നതൊക്കെ മുൻപ് ഒരുപാട് ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കർശനമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, അതിൽ ഇടപെടുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മലപ്പുറം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പെരുമ്പാവൂരാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എല്ലാം പുരോഗമിക്കുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മലപ്പുറം പോലീസിനായിരിക്കും ഇതിൻ്റെ അന്വേഷണം കൈമാറുക. മലപ്പുറം പോലീസിൻ്റെ പ്രാരംഭ അന്വേഷണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതാണ് സാഹചര്യം. അങ്ങേയറ്റം ദുരൂഹതകളും സംശയങ്ങളും ബാക്കിയാവുകയാണ് ആ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട്. വീടിനുള്ളിൽ എങ്ങനെ പ്രസവം നടന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും ഇത്തരം സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ്. അത്തരം ഇടപാട് നടത്തുന്നവർ വ്യാപകമാണ് എന്നതാണ് സാഹചര്യം. പലപ്പോഴും വീടിനുള്ളിൽ പ്രസവം നടത്തിയവർക്ക് പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങുകൾ പോലും സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോകൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടാവുമെന്ന് കരുതാം.